അപ്പോൾ നമ്മുടെ ഗെയിം തുടങ്ങണതായിട്ട് ഈ ഗെയിമിന് നമുക്ക് 2 മോഡാണുള്ളത്. ഒരെണ്ണം എന്ന് വെച്ചാൽ കില്ലറായിട്ട് കളിക്കാം, ഒരെണ്ണം സർവൈവറായിട്ട് കളിക്കാം. കില്ലറെന്ന് വെച്ചാൽ 4 സർവൈവർമാരുണ്ടാവും, അവരെ കൊല്ലുക എന്നുള്ളതാണ് കില്ലറിൻ്റെ ഡ്യൂട്ടി. സർവൈവർമാരുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ അവർ നമ്മളൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടും. എന്ന് വെച്ചാൽ 4 സർവൈവർമാരുണ്ടാവും, ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടും, അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരണം. അതാണ് സർവൈവറുടെ ഡ്യൂട്ടി. ഇതിലിപ്പോൾ നമുക്കിപ്പോൾ സർവൈവറായിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ബില്ലി, ഡ്വൈറ്റ്, അങ്ങനെ പല ആൾക്കാരുണ്ട്. ഇനി ഇവർക്കൊക്കെ ഓരോ യുണീക്ക് എബിലിറ്റീസ് ഉണ്ട്, ഓരോ പെർക്സ് എന്ന് പറയും. പക്ഷെ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ പെർക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെ, അത് പല വഴി കൂടെയും കൊടുക്കാൻ പറ്റും. ഈ ഷ്രൈൻ ഓഫ് സീക്രറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇതിലിപ്പോൾ എല്ലാവർക്കും വേറെ വേറെ പെർക്സ് ഉണ്ട്. ഇതിപ്പോൾ ക്ലോഡറ്റ്, ഇവൾക്ക് ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ ബ്ലഡ് വെബ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൂടെയാണ് നമുക്ക് സാധനങ്ങൾ മേടിക്കല്ല, നമുക്ക് കിട്ടുക. ഇങ്ങനെ നമ്മുടെ ബ്ലഡ് പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ അപ്പിൽ കാണാം. ഈ 3 കണ്ടിട്ടുള്ളത് പ്രസ്റ്റീജ് ലെവലാണ്. ഇനി നമുക്ക് ഫ്രണ്ട്സിനെ വേണമെങ്കിൽ എടുക്കാനായിട്ട് പറ്റും. നമുക്ക് സെർച്ച് ചെയ്യുക, നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ലോഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ആ സർവൈവർ വേൾഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ടോർച്ച്, മെഡിക്കറ്റ്, മാപ്പ് ഒക്കെ കൊണ്ടുപോകാം. ടോർച്ച് എന്ന് വെച്ചാൽ കില്ലറിനെ ബ്ലൈൻഡ് ചെയ്യാനായിട്ടുള്ളത്. അതിന് വെക്കേണ്ട കുറേ ആഡ് ഓൺസ് ഉണ്ടെന്ന് വെച്ചാൽ ഫ്ലാഷ് ലൈറ്റിൻ്റെ സാധനം കൂടാൻ, പിന്നെ മെഡിക്കറ്റിൻ്റെ ടൈം കൂട്ടാൻ, എത്ര നേരം വരെ ഉപയോഗിക്കാം, എത്ര ഇൻറ്റൻസിറ്റിയിൽ ഉപയോഗിക്കാം, അതൊക്കെയാണ്. പിന്നെ ഓഫറിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് പോയിൻറ്റ്സ് കൂട്ടാൻ ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഓഫറിങ് കൊടുത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകാം. കുറേ മാപ്പുകളുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എവിടെ വേണമെങ്കിലും പോകാനായിട്ടുള്ള അത് നമുക്കിങ്ങനെ കിട്ടുന്നത് ഈ ബ്ലഡ് വെബിലൂടെയാണ് നമുക്കിത് മേടിക്കാൻ പറ്റുക. അപ്പം അതൊക്കെയാണ്. ഇനി ഈ 3 എന്ന് പറയുന്നത് വല്ല ഇവൻറ്റിലൊക്കെ കിട്ടുമ്പോൾ അതൊരു വെറൈറ്റിയാണ്. ഇവൻറ്റിലൂടെ നമുക്കത് കിട്ടത്തുള്ളൂ. ഇതൊക്കെ ഈ ചില സാധനങ്ങളെന്ന് വെച്ചാൽ ഈ കൊണ്ടുപോകുന്ന ഐറ്റം കളഞ്ഞു പോകാണ്ടിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഷ്രൈൻ ഓഫ് സീക്രറ്റ്സ്. ഇതിനകത്ത് ഇപ്പോൾ വേറെ ആൾക്കാരുടെ പെർക്സ് ഉണ്ടാവും, കില്ലറുടെ ഉണ്ടാവും, സർവൈവറുടെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഈ ഷ്രാഡ് കൊടുത്തത് മേടിക്കാൻ പറ്റും. നമുക്കിതുപോലെ നമുക്ക് സ്റ്റോറുണ്ട്. സ്റ്റോറിൽ നമുക്ക് പല പല സ്കിന്നുകൾ കിട്ടും. എല്ലാവരുടെ സ്കിന്നുകളും കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ തൊപ്പി എല്ലാതും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. തൊപ്പി, പാൻറ്റ്, ഷർട്ട്. പെൻറ്റയിൽ എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് കാശ് കൊടുത്ത് കാശല്ല, കളിച്ച് ശരിയാക്കി കൊടുത്താണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഹൈലിട്ട് തരാം. ഗ്രാഫിക്സ് ഇപ്പോൾ ഹൈലാക്കി കാണിച്ചു തരാം. ഇതിൻ്റെ അടിപൊളി ഗ്രാഫിക്സാണ്. എന്നുവെച്ചാൽ ഇത് കുറച്ച് പ്രശ്നമാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഹൈലിടാം, അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഉണ്ടാവും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിനി ഇതിൽ നമ്മൾ മറ്റേ പോലെ തന്നെ നമുക്ക് ബാറ്റിൽ പാസ്സൊക്കെ ഉണ്ടാവില്ലേ പബ്ജിയിൽ മറ്റേലൊക്കെ പോലെ, അതുപോലെ ഇതിലും എടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് 2 ഉണ്ട്. ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വെറുതെ കിട്ടും. പിന്നെ കാശ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പല സ്കിന്നും മറ്റേതൊക്കെ കിട്ടും. ഫ്രീ ആയാലും നമുക്ക് ലിമിറ്റഡ് ആവും, അത് സാധാരണ അങ്ങനെയാണല്ലോ. അതുപോലെ ഇനി നമുക്കിത് ഇങ്ങനെ ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്ത് ഓരോന്നിങ്ങനെ കിട്ടും. അത് ഈ ബാറ്റിൽ പാസിൻ്റെയാണ്. പിന്നെ പ്ലാനൊക്കെ കളി തുടങ്ങാം. ഒരു മിനിറ്റ്, നമുക്കിനി കില്ലറിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കില്ലറിൻ്റെ ഏതൊക്കെ കില്ലറുണ്ടെന്ന്. കില്ലർ എടുത്തു. ഇതിപ്പോൾ ഒരു ഹണ്ടർ എന്ന് പറഞ്ഞൊരു കില്ലറാണ്. പല പല കില്ലറുകളുണ്ട്. ഹിൽബില്ലി, ചക്കി, കണ്ണിങ്ങണ്ടതൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ട്രാപ്പർ, ഇതിൽ വല്ല ഈ സിനിമയിലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചക്കി കണ്ടുണ്ടാവും. ചക്കിയല്ല, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ നെമസിസ് ഇതിലത്തെ റെസിഡൻ്റ് ഈവിളിലത്തെ വില്ലനാണ്. പിന്നെ ഇതിനകത്ത് ഷെയ്പ്പ് ഉണ്ട്. ഷെയ്പ്പ് ഹാലോവീൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തെയാണ്. പിന്നെ ഗോസ്റ്റ് ഹൗസ് അല്ല, ഗോസ്റ്റ് ഫേസ് അതാണ് ഒരു ഇത്. ഷെയ്പ്പ് ഇവൻ കുറച്ച് സീന. അതെ,
അവരാണ് കൂടി ഇതിൽ കുറച്ച് സീനാണ്. കുറേ പേരുണ്ട്. ഇത് ഫ്രെഡി അതൊക്കെ സിനിമയിൽ തന്നെയാണ്. ഇതിനകത്ത് സാധാരണയുള്ള പോലെ അവർക്ക് സ്കിന്നും കണ്ണിങ്ങുള്ളതൊക്കെ ഉണ്ട്. ഇതൊന്നും കാശ് കൊടുത്ത് മേടിക്കാൻ പിന്നെ ചിലത് ജസ്റ്റ് ആഡ് വെച്ച് മേടിക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് സർവൈവർ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഓരോന്നുണ്ട്, ഇങ്ങനെ പേർക്സ് ഉണ്ട്. പിന്നെ ആഡോൺസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പെണ്ണിന് ഇപ്പോൾ ഒരു പവർ ഉണ്ടാവില്ല, എല്ലാവർക്കും വേറെ വേറെ പവർ ഉണ്ടാവും. ആഡോൺ എന്ന് വെച്ചാൽ പവർ നീളം കൂട്ടൽ, ശക്തി കൂട്ടൽ, അങ്ങനെയൊക്കെ ഓരോ ആഡോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സർവൈവറിൻ്റെ ഒരു കളി കളിക്കാം. അപ്പം ഇങ്ങനെ വരും എന്ന് വെച്ചാൽ എന്താ 4 പേരായതുകൊണ്ട് ടീമപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ കളി തുടങ്ങാം. ലോഡിങ്ങൊക്കെ കുറച്ചുണ്ടാവും കേട്ടോ, അത് നോക്കണ്ട. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ലോകം. ഇനിയിപ്പോൾ ഇതിൽ ഒരു കില്ലർ ഉണ്ടാവും, 4 സർവൈവേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ ഒരു വില്ലൻ വരുന്നുണ്ട്. ഇതിലിപ്പോൾ വില്ലൻ നമ്മുടെ നെമസിസാണ്. ഞാൻ പറഞ്ഞില്ലേ, റെസിഡൻറ്റ് ഈവിളിലത്തെ വില്ലനാണ്. ഇയാളും കുറച്ച് നല്ല 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 വില്ലനാണ് കേട്ടോ. വില്ലൻ എന്ന് വെച്ചാൽ നല്ല ക്യാരക്ടറാണ്. ഇയാൾക്ക് അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഈ സർവൈവർ വേൾഡിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ ജനറേറ്റർ ഉണ്ട്. അത് 5 നന്നാക്കണം. മാപ്പിൽ ഒട്ടാകെ ഒരു 7 ജനറേറ്റർ ഉണ്ടാവും. 7 ജനറേറ്ററിൽ 5 ജനറേറ്റ് ചെയ്യണം. ഇനി അതാണ് പാലറ്റ് എന്ന് പറഞ്ഞ സാധനം. എന്നുവെച്ചാൽ അത് ബ്ലോക്ക് ചെയ്യും. ആ സോംബി വരുന്നത് അയാളുടെ പവറാണ്. നെമസിസിൻ്റെ പവറാണ്. ഇതിപ്പോൾ ഒരു പവറാണ് ഞാൻ ഉപയോഗിച്ചത്, മറ്റേ സ്പ്രിൻറ്റ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിനിങ്ങനെ കൂൾ ഡൗൺ ഉണ്ട് 60 സെക്കൻഡ്. ഓടി തുടങ്ങിയ 200% സ്പീഡിലോടും. അങ്ങനെ അതായത് വേറെ ജനറേറ്റർ അവരുടെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് കത്തും. അപ്പോൾ എന്താ മനസ്സിലാവും, ജനറേറ്റർ ഉണ്ടെന്ന് മനസ്സിലാവും. ഇനി ജനറേറ്റർ ഇത് കുറച്ച് സമയം എടുക്കും. ഇതെന്ന് വെച്ചാൽ സ്കിൽ ചെക്കുകൾ വരും. എന്നുവെച്ചാൽ നമുക്ക് അത് കറക്റ്റ് ആ കട്ടയുടെ ഉള്ളിൽ തന്നെ സ്പേസ് ബാർ അടിച്ചാലാണ് എന്താ കറക്റ്റ് അങ്ങനെ അടിച്ചാലാണ്. അല്ലെങ്കിൽ അത് കറക്റ്റ് അടിച്ചില്ലെങ്കിൽ ജനറേറ്റർ പൊട്ടിപ്പോവും. അത് കുറച്ച് റിഗ്രഷൻ ആവും. അത് കില്ലർക്ക് മനസ്സിലാകുന്നത് നമ്മളിവിടെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളെല്ലാം കറക്റ്റ് ആ പറഞ്ഞ സ്ഥലത്ത് സ്പേസ് അടിയണം. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇതേണ്ട. അപ്പോൾ അവിടുത്തെ ഒരു ജനറേറ്റർ വേറെ ആരോ പൂർത്തിയാക്കി. 4 സർവൈവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കാണിക്കും. അപ്പോൾ അത് കില്ലറിനും മനസ്സിലാവുന്നത് അവിടുത്തെ ജനറേറ്റർ മനസ്സിലായി ഇത് തീർന്നു എന്ന്. അപ്പോൾ അവിടെ ആളുണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഈ ജനറേറ്റർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റും. ഹാർട്ട് ബീറ്റ് കൂടുന്നതനുസരിച്ച് കില്ലർ നമ്മുടെ അടുത്തുണ്ടെന്നാണ് അർത്ഥം. ഹാർട്ട് ബീറ്റ് ഭയങ്കരമായ കില്ലർ തൊട്ടടുത്തുണ്ടാണ്ട. അപ്പോൾ കില്ലർ അവിടെ ഒരാളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡിയിട്ട് എന്ന് വെച്ചാൽ അയാളുടെ പവറാണത് കേട്ടോ. ടെൻറ്റക്കിൾസ് വെച്ചിട്ട് അടിക്കുക എന്നുള്ളതാണ്. ഇതാണ് പാലറ്റിൻ്റെ ചുറ്റും നമുക്ക് ലൂപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു വിൻഡോ, നമുക്ക് വിൻഡോ സ്പീഡിൽ ചാടാം. പക്ഷേ കില്ലർ ചാടണമെങ്കിൽ ഭയങ്കര സ്ലോയിൽ ചാടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോ ഒബ്സ്റ്റക്കിൾസാണ് കില്ലറിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. ഇപ്പോൾ കില്ലറിനിപ്പോൾ തന്നെ എന്ന് വെച്ചാൽ കില്ലറിനിപ്പോൾ തന്നെ കാണാനില്ല. കില്ലറിൻ്റെ മുന്നിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, ഒരു റെഡ് സ്റ്റെയിൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങോട്ടാ കില്ലർ ഫേസ് ചെയ്യണമെന്ന്. കണ്ട ഇപ്പം എന്നെ കണ്ടു എനിക്ക് എഡിറ്റ്. ഇപ്പം ഞാൻ ഇട്ടത് പാലറ്റാണ് കേട്ടോ. അപ്പം ഞാൻ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഇതിൽ ഫുള്ളിങ്ങനെ മൈൻഡ് വെച്ചിട്ട് കളിക്കും. കണ്ടോ സോംബിയൊക്കെ പിടിക്കാൻ വരും. ഇത് ഇയാളുടെ പവറാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ചവിട്ടി ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിക്കായി. ഇപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് അറിയണ്ടില്ല. അപ്പം അടിച്ചിട്ടു. ഒരാൾക്ക് 2 അടി കൊണ്ടാലാണ് നോക്കാവുക. എന്ന് വെച്ചാൽ നിലത്തേക്ക് വീഴുക. അപ്പോൾ എന്നെ പിക്കാക്കി എന്നിട്ട് ഇനി ഹുക്കുമ കൊണ്ടിടും. ഹുക്കുമ കൊണ്ടിടാന്ന് വെച്ചാൽ ഒരു സ്ഥലമാണ് നമ്മൾ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറെ ആൾക്കാരെ ഒന്ന് രക്ഷിക്കണം. നമുക്കിങ്ങനെ വിഗിൾ ചെയ്യാം. എന്ന് വെച്ചാൽ ഇത്ര സമയം വിഗിൾ ചെയ്താൽ നമ്മളതിൻ്റെ ഉള്ളിൽ രക്ഷപ്പെട്ട് പോരാം. ഇതിനകത്ത് ഇങ്ങനെ രക്ഷപ്പെടാം. പക്ഷേ 4% ചാൻസാണ് ട്രൈ ചെയ്യാനുള്ളത്. അപ്പോൾ അത് എന്തായാലും കിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക വേറെ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ. ഇതിലിങ്ങനെ കുറേ പവറൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിലിങ്ങനെ അതാണ് പവർ കാട്ടുന്നത്. മഞ്ഞ പവർ, റെഡിനകത്ത് ചീത്ത. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ നമ്മളെ ഹീൽ ചെയ്ത് തരിക വേറെ ആൾക്കാർ. നമുക്ക് സ്വന്തമായിട്ട് ഹീൽ ചെയ്യാം. അതിന് മെഡിക്കറ്റ് അല്ലെങ്കിൽ ഒരു പവർ വേണം, സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ട് അടിച്ചത്. അതായത് അപ്പോൾ ഈ പെണ്ണ് നമുക്ക് ഹീൽ ചെയ്തൊന്നും കേട്ടോ, നല്ല കുട്ടി. അപ്പോൾ നമ്മൾ നമ്മുടെ പണി നോക്കാൻ പോകണം. എന്ത് ജനറേറ്റർ കംപ്ലീറ്റ് ചെയ്യണം. ഇതിലിപ്പോൾ ജനറേറ്റർ 3 കൂടി ഉണ്ട്. കണ്ട അപ്പോൾ അവിടെ അയാളെ അടിച്ചിട്ടു. അതാണ് ചുവന്ന കളർ. കണ്ട കില്ലർ ഒരാളെ കൊന്നിട്ടതാണ്.
അയാളെ പോയി ഹുക്ക് ചെയ്യും. അപ്പോൾ ഹുക്ക് ചെയ്ത് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മളാരെങ്കിലും ചെല്ലണം, രക്ഷിക്കണം. ഈ ബുഷിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരുന്നാൽ നമ്മളെ കാണും, പക്ഷെ അവർക്കെല്ലാവർക്കും ഒരു ചെറിയൊരു സൗണ്ടൊക്കെ കിട്ടും, ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ അവിടെ ഇവിടേക്ക് ഉണ്ടെന്നുള്ളത്. പിന്നെ നമ്മൾ ഓടുമ്പോൾ കില്ലർക്ക് കാണാൻ പറ്റും നമ്മുടെ പിന്നിൽ ഓരോ ഇങ്ങനെ വരകളുണ്ടാവും, നമ്മൾ പോയ മാർക്കുണ്ടാവും, അതൊരു 3 സെക്കൻഡ് വരെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇയാളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇയാളെ വിളിച്ചുകൊണ്ട് പോവുക. വർത്താനമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതിനകത്ത്, ഇതിൽ കോംസൊന്നും ഇല്ല, അതാണ് ഇതിലത്തെ ടാസ്ക്. വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കോഡിൽ തുടങ്ങിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ഇയാളെ ഞാൻ വിളിച്ച് വന്നിട്ട് ഹീൽ ചെയ്ത് കൊടുക്കാനാണ്. അപ്പം ഹീൽ ചെയ്താൽ നല്ലതാണല്ലോ. എന്നുവെച്ചാൽ 2 പ്രാവശ്യം അടിച്ചാലാണ് ചാവുക. ഒരു പ്രാവശ്യം അടിച്ചാൽ നമ്മുടെ മേത്തുനിന്ന് രക്തം പോണ പോലെ പകുതി ഹെൽത്താവും. അപ്പം മാറ്റാനായിട്ട് ഹീൽ ചെയ്ത് കൊടുക്കുക. അതായത് സോംബി വരണിട്ട് പിന്നെ ഓടി പോകണം, അല്ലെങ്കിൽ സോംബി അടിച്ചാൽ നമ്മളുടെ ഒരു ഹെൽത്ത് സ്റ്റേറ്റ് പോകും. നമ്മളിങ്ങനെ ഒളിച്ച് ഇങ്ങനെ നടക്കണം. കണ്ടപ്പോൾ അവിടെ ഒരാളെ തൂക്കിലേറ്റിയുണ്ട്, അപ്പം അയാളെ രക്ഷിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ജനറേറ്റർ ചെയ്യണം, അയാളെ രക്ഷിക്കണം എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ രക്ഷിക്കാൻ ഇത് മുന്നേ കളിച്ചത് കാട്ടാ, ഞാനത് നോക്കിയിട്ടാണ് വോയിസ് ഇടുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കാൻ തന്നെയാണ്. ഈ ഒരു നീല കളർ വരുന്നതെന്ന് വെച്ചാൽ ബൂണാണ്. വെച്ചാൽ അതൊരാളുടെ പവറായിട്ടാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഒരു സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഹീൽ ചെയ്യാം. ആ ഒരു റേഞ്ച് ഉണ്ട് ആ ബൂണിന്. ബൂണെന്ന് വെച്ചാൽ എന്താ, ഒരു സ്കെൽട്ട മാതിരി ഒരു സാധനമാണ് അത്. ഇപ്പം ഞാൻ ജനറേറ്റർ നന്നാക്കണം. അയ്യോ, ഞാൻ നന്നാക്കണില്ലല്ലോ. നന്നായിക്കോ വേണ്ട. അപ്പോൾ അവിടെ ഒരാളെ വീഴ്ത്തിട്ടു. അപ്പോൾ ഞാൻ ഫ്ലാഷ് ലൈറ്റ് കണ്ടില്ലേ, വീഴ്ത്തിട്ടിട്ട് കില്ലർ പിക്ക് ചെയ്യും അയാളെ. അപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് അയാളെ കറക്റ്റ് കണ്ണിക്ക് അടിച്ചാൽ ആൾക്ക് ബ്ലൈൻഡായിട്ട് മറ്റെന്ത് കയ്യിലിരിക്കുന്ന സർവൈവറിനെ അവിടെ ഇടും. അങ്ങനെ രക്ഷിക്കാം നമുക്ക്. ഇപ്പം എന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് മൈൻഡ് ഗെയിം ആട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും. അയ്യോ, ഇതിനകത്ത് ഇതിലിപ്പോൾ നമുക്ക് ഒരടി കിട്ടി. അപ്പോൾ ഞാൻ ഒരു പാലറ്റ് ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് ജീവനം കൊണ്ടുകൂടി അപ്പം അടുത്ത് അപ്പോൾ അയാൾ പവർ പാലറ്റ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല, പക്ഷേ ആൾക്ക് വല്ല ദൂരം ഉപയോഗിക്കാൻ പറ്റുന്ന പവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ അയാൾ ആ പവർ ഉപയോഗിച്ചത് ടെക്നിക്കൽസ് എന്നാണ് പവർ. അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ മേത്ത് തട്ടി, എന്നെ തൂക്കിലേറ്റി. 2 പ്രാവശ്യം തൂക്കിലേറ്റി. ഇനി 3-ാമത്തെ പ്രാവശ്യം തൂക്കിലേറ്റിയാൽ ചത്തുപോയി. അങ്ങനെയാണ് കളി. ഇപ്പോൾ നമുക്ക് എന്തായാലും പകുതി എന്ന് വെച്ചാൽ ഇവിടെ ലെഫ്റ്റിൽ കാണാം പകുതി ലൈഫ് ഉണ്ട്. അത് തീരണ വരെ പിടിച്ച് നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ചത്തുപോകും. അപ്പോൾ ആൾ വരുന്നുണ്ട്, ബഡ്ഡി വരുന്നുണ്ട്. ബഡ്ഡി താങ്ക് യു. എന്നിട്ട് നമ്മൾ ഓടി, ജീവനം കൊണ്ട് ഓടി. എന്നിട്ട് വല്ല മുക്കിലും പോകണം. എന്നിട്ട് നമുക്ക് ചെയ്ത പണി ചെയ്യണമല്ലോ. ജനറേറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നന്നാക്കണ്ടേ. ഇതാണ് ഷാക്ക്. ഇതാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ലൂപ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഒരു വിൻഡോ ഉണ്ട്, ഒരു ബാലറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ലൂപ്പ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ എൻ്റെ മേത്തൊരു പോയിസൺ മാതിരി കാണാം, അത് ഇയാളുടെ പവറാണ്. അപ്പോൾ അത് മാറ്റാനുള്ള സിറിഞ്ച് ഓരോ പെട്ടികളിലുണ്ടാവും. അത് തുറക്കുക, എന്നിട്ട് പിടയ്ക്കുക. അപ്പോൾ ഞാൻ ഹീൽ ചെയ്യണ്ട, എൻ്റെ കയ്യിൽ സെൽഫ് കെയർ ഉണ്ട്, വേണ്ട പവറുണ്ട്. അത് തിളങ്ങി നിൽക്കണ റൈറ്റിൽ, ബോട്ടത്തിൽ, അടിയിൽ ഹീൽ ചെയ്യണം. കയ്യുമൊരു കെട്ടണം, അതാണ് ആ പവർ. പിന്നെ ഈ ഇങ്ങനത്തെ പാലറ്റ്സും ഇതൊക്കെ ഇങ്ങനെ മഞ്ഞച്ചിരിക്കുന്നത്, വിൻഡോസും മഞ്ഞച്ചിരിക്കുന്നത് വെച്ചാൽ മറ്റേ പവറാണ്. തിളങ്ങിയിരിക്കുന്നത് വയലറ്റ് കളറിൽ ബോട്ടം റൈറ്റിൽ കണ്ണിൻ്റെ ഒരെണ്ണം കണ്ട, അതാണ് അതിൻ്റെ പവർ. ഇപ്പോൾ ഒരാൾ ഡൗണായി. ഞാൻ ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റിൽ കൂടെ സേവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കറക്റ്റ് കണ്ണിലേക്ക് കൊള്ളണം, എന്നാലത് കിട്ടുള്ളൂ. നമ്മളിവിടെ നിന്ന് കാണില്ല എന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കാം. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഹീൽ ചെയ്യാം. ഇയാളിങ്ങോട്ട് വരുന്നുണ്ട്, അല്ല അത് അയാളുടെ പവറാട്ടത്. ഇപ്പോൾ തൂക്കിലേറ്റയാളുടെ പവറാണ്. കില്ലറിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ പിന്നിൽ കൂടെ വരുന്നുണ്ട്. ഈ കളി ഞാൻ തോക്കും, അതാണ്. അവിടെ സ്റ്റക്കായി അറിയാണ്ട്. അതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കി ഓടാൻ പാടില്ല. ഇപ്പോൾ പിന്നിൽ എനിമി അങ്ങോട്ട് പോകുന്നു, അങ്ങനെ നോക്കി ഓടണം. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യം എന്നെ തൂക്കിലേറ്റി. അപ്പോൾ കളി കഴിഞ്ഞു, ഞാൻ ചത്തു. എൻറ്റിറ്റി കൊണ്ടുപോകുന്ന ഇതിനെ പറയാം. അപ്പോൾ മുകളിൽ നിന്ന് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വരും.
കയ്യും കൊടുത്താപ്പൊക്കെ ഉണ്ടാ കൊണ്ടുപോയി എന്നെ തെറ്റ. അപ്പോൾ എൻ്റെ കളി കഴിഞ്ഞു. നമുക്ക് കളി കഴിഞ്ഞാൽ നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടും, ബ്ലഡ് പോയിൻറ്റ്സ് കിട്ടും. പിന്നെ ഇതിലിങ്ങനെ റാങ്കപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടീസ് എത്രത്തോളം ചെയ്തു എന്നുള്ളതാണ്. ഇതിലിപ്പോൾ റെസ്ക്യൂ ചെയ്തു, ലൂപ്പ് ചെയ്തു, കില്ലറിനൊപ്പം എത്ര നേരം പിടിച്ചു നിന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായത് അത് പോയി, ലെവലാണ് ഇട്ടത് കണ്ടത്. അപ്പം നമ്മളാദ്യം ചത്തൂലോ, നമുക്ക് വേറെ ആളിനെ എന്ത് ചെയ്യാം, സ്പെക്ടേറ്റ് ചെയ്യാം. ഇത് വേറൊരാളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഈ കുട്ടി എന്താ കാട്ടണേ നോക്കാം നമുക്ക്. കില്ലറിൻ്റെ പുറകെ ഓടുക, നന്നായിട്ട്. പിന്നെ രക്ഷപ്പെടാമെന്നുള്ള ഒരു ജനറേറ്റർ കൂടി ഉള്ളൂ, അതങ്ങോട്ട് തീർത്തിട്ട് ഇവർക്ക് പോയാൽ മതി. ഈ പെണ്ണിനിപ്പോൾ എന്താ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടി ഒരു പെട. ഇതിപ്പോൾ വേറെ ആളാട്ടോ, നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആള്. മാടി വിളിക്കുന്നുണ്ട്. എല്ലാ ജനറേറ്ററും കഴിഞ്ഞപ്പോൾ 2 ഗേറ്റ് അവിടെ വെളുത്തിട്ട് നിന്നില്ലേ, അതാണ് ഗേറ്റ്. ആ ഗേറ്റ് തുറന്നാൽ നമുക്ക് രക്ഷപ്പെടാം. ഇവിടെ ഈ കുട്ടി ഗേറ്റ് തുറക്കാണ്ട് ഇങ്ങനെ ഗേറ്റ് തുറന്നാൽ ഒരു ടൈമർ ഉണ്ടാവും കേട്ടോ. ഒരു മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ ടൈമർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പുറത്ത് കിടന്നില്ലെങ്കിൽ തോറ്റു പോകും. ഗേറ്റ് തുറന്നതിന് ശേഷം, പക്ഷെ തുറന്നാലത് കൂട്ടില്ല. പുള്ളിക്കാരൻ്റെ കഥ കഴിഞ്ഞു. അതെ പെണ്ണുണ്ട് ഇവിടെയാണ് ഗേറ്റ്. അയ്യോ, ഇയാളിപ്പോൾ ചാവണയാണ്. ഇയാൾ വിഗിൾ ചെയ്യാന്നാണ്, സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ഈ കുട്ടി ഗേറ്റ് തുറക്കുന്നതാട്ടേ കണ്ടത്. ഇത് കുറേ നേരം എടുക്കും. ഇതാണ് ഗേറ്റ് കേട്ടാ. ഗേറ്റ് തുറന്നു. അത് 1 മിനിറ്റ് എടുക്കും കേട്ടോ ഗേറ്റ്. അത് സമയമാണ് എടുക്കുക. പുള്ളിക്കാരത്തി രക്ഷപ്പെട്ടു. അപ്പോൾ ആ കുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നത് എനിക്ക്. അപ്പോൾ നമ്മൾ ലാസ്റ്റായി കില്ലറിൻ്റെ. അപ്പോഴാണ് കില്ലറിൻ്റെ എല്ലാം കളി കഴിഞ്ഞിട്ടാ കില്ലറിൻ്റെ സാധനങ്ങളൊക്കെ കാട്ടുള്ളൂ. അപ്പോൾ കാശ് കിട്ടി, കുറച്ച് കാശ് കിട്ടി, അത്ര ഉള്ളൂ കേട്ടോ. ലോഡിങ് അപ്പോൾ നമ്മൾ ലോബിക്ക് എത്തി. അപ്പോൾ നമുക്ക് കാശ് കിട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോ കുപ്പിയും ടോർച്ചും മറ്റേതൊക്കെ കിട്ടുക. ഇപ്പോൾ വേറെ ആളുടെ എന്ന് വെച്ചാൽ ബില്ലി, എല്ലാവർക്കും വേറെ വേറെ ബ്ലഡ് വെബോളാട്ടാ. അപ്പോൾ ഇങ്ങനെ നെക്കി പിടിച്ചാൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പോവും. അപ്പോൾ ഓരോന്നും നെക്കി പോകുമ്പോൾ വേറെ ഒരെണ്ണം പോവും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് ആദ്യം ചെയ്യാം. അപ്പം അതിനുള്ള കാശില്ല, കാശുണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞു. അങ്ങനെ അടുത്തത് ചെയ്തു. ഇതിലിപ്പോൾ നമുക്ക് 50 ലെവലായ എന്തുണ്ട്, ഇതിൻ്റെ ഒരു പ്രസ്റ്റീജ് ലെവൽ കഴിഞ്ഞു എന്ന് പറയും. എന്നുവെച്ചാൽ ഇവരുടെ പെർക്സ് ഇപ്പോൾ വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിലിപ്പോൾ പ്രസ്റ്റീജ് ലെവൽ 1 വേണ്ട, വില്യം ബില്ല് ലെഫ്റ്റിൽ 1 കാട്ടി വേണ്ട. അപ്പോൾ അതാണ് നമ്മൾ എത്രത്തോളം അവരെ വെച്ച് കളിച്ചു അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ പ്രസ്റ്റീജ് ആണെന്ന് വെച്ചാൽ നമുക്കിത് പ്രസ്റ്റീജ് കൂടുന്നതിനനുസരിച്ച് ഭയങ്കര വലുതൊക്കെയാണെന്ന് വെച്ചാൽ സ്കിന്നൊക്കെ കിട്ടും കേട്ടോ. ഇയാളുടെ സ്കിന്നൊക്കെ കിട്ടും, ഇയാളുടെ പ്രസ്റ്റീജിൻ്റെ സ്കിന്നൊക്കെ കിട്ടും. അപ്പോൾ 50 ഇതുകൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രസ്റ്റീജിൻ്റെ 50 കഴിഞ്ഞാൽ ഇപ്പോൾ 1 കഴിഞ്ഞത്. ഇനി രണ്ടാമത്തെ പ്രസ്റ്റീജിക്ക് കടക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ കടന്നോട്ടെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആദ്യം തൊട്ട് റീസെറ്റ് ആവും. അപ്പോൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും. ബ്ലഡ് വെബ് ആദ്യം തൊട്ട് തുടങ്ങണം. ഇത് കണ്ടോ, അവരിങ്ങനെ സാധനങ്ങൾ കിട്ടാം. വർക്ക്സൊക്കെ വേറെ ആൾക്കാരിലൊക്കെ നമുക്ക് കിട്ടും. കഴിഞ്ഞു കണ്ട. ഇപ്പോൾ 2 ഇത് എനിക്ക് 20 ബ്ലഡ് സാധനം കൊടുത്താൽ അടുത്ത പ്രസ്റ്റീജിക്ക് പോകും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അടിപൊളി ഗെയിമാണ് ഇത്. 8 ഗെയിംസിലുണ്ട്. ഓക്കെ, ബൈ.